ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിലെ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കയറി ചെല്ലുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ വലിയൊരു കപ്പൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തായ്ലൻഡിൽ എവിടെ ചെന്നാലും ആനയും ആനയുടെ രൂപവും നമുക്ക് കാണാവുന്നതാണ്. ആനയുടെ ഒരു ആരാധകർ തന്നെയാണ് തായ്ലൻഡിലുള്ളവരെന്ന് തോന്നുന്നു. ആദ്യം കയറി ചെല്ലുന്ന മുറിയിൽ ഇതിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോ സഹിതം വിവരിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ ഫോട്ടോയും മറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാവുന്നതാണ്. മനോഹരമായ ചിത്രങ്ങളുണ്ട് ഇവിടെ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചിത്രങ്ങൾ കണ്ടു പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നല്ല കലാകാരന്മാർ വരച്ച ചിത്രങ്ങളൊക്കെ ഇവിടെയുണ്ട്. രാജാക്കന്മാരുടെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെയൊക്കെ ഫോട്ടോയാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെറിയ കടകളൊക്കെ കാണാം. ആദ്യമേ കാണുന്ന വൈൻ വിൽക്കുന്ന കടയാണ്. ഇവിടുന്ന് കുപ്പികൾ വാങ്ങിക്കാവുന്നതും കഴിക്കാവുന്നതുമാണ്. ഇവിടെ വിലക്കുറവുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാർക്കറ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ വള്ളത്തെ കയറി ഇവിടുന്ന് അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ മാർക്കറ്റിൽ കൂടെ വരികയാണ്. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ അവർ നമുക്ക് തരും. അതിന് നമ്മൾ പൈസ കൊടുക്കണം. വലിയ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ പ്രധാനമായി കരകൗശല വസ്തുക്കൾ, തായ് ഫുഡുകൾ, അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ സാംസ്കാരിക പൈതൃകം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. പരമ്പരാഗത നദീതട കച്ചവടത്തിൻ്റെ സൗന്ദര്യം നമുക്കിവിടെ ആസ്വദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ചെറുവഞ്ചി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് 2 എൻട്രൻസ് ആണുള്ളത്. ഒരിടത്ത് കയറി അവിടുന്ന് നമുക്ക് വള്ളത്തിൽ പോയി അങ്ങ് അറ്റത്തിറങ്ങിയ ശേഷം അവിടുന്ന് കടയിൽ വഴി നടന്നിങ്ങോട്ട് വരാവുന്നതാണ്. അങ്ങ് അറ്റത്തുനിന്ന് എൻട്രൻസ് വഴി കയറുന്നവർ വള്ളത്തിൽ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കടകൾ വഴി നടന്നങ്ങോട്ട് പോകാവുന്നതാണ്. അതിനിടയ്ക്ക് സാധനങ്ങൾ ഷോപ്പിംഗ് നടത്തുകയും ആഹാര സാധനങ്ങൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ കച്ചവട സ്ഥലം ഒരു വിനോദസഞ്ചാര ആകർഷണം മാത്രമല്ല, പ്രാദേശിക സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരിടം കൂടിയാണ്. തോണികളിൽ കച്ചവടം ചെയ്യുന്ന ഈ രീതി തായ്ലൻഡിന് തനതായ ഒരു പൈതൃകമാണ്. കച്ചവടക്കാരിവിടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മരം ബോട്ടുകളിൽ വിൽക്കുന്നു. ഇവിടുത്തെ കടകളെല്ലാം തന്നെ തടി കൊണ്ടുണ്ടാക്കിയതാണ്. വെള്ളത്തിലൂടെയുള്ള ഈ യാത്ര ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇവരിവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്ന കടകളാണ് എല്ലാം തന്നെ. വെള്ളത്തിന് അധികം ആഴമുണ്ടെന്ന് തോന്നുന്നില്ല. 2 തൊട്ട് 3 വരെ മീറ്റർ താഴ്ചയെ പല സ്ഥലങ്ങളിലുമുള്ളൂ. ബുദ്ധസന്യാസിമാരൊക്കെ യാത്ര ചെയ്യുന്നു. ക്രോസ് ചെയ്യാൻ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം സ്ഥലം ഇതുപോലുള്ളതുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ആലപ്പുഴയിലോ കൊച്ചിയിലോ ഒക്കെ എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോയി. വള്ളങ്ങളിലൂടെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രങ്ങൾ, സൂവനീറുകൾ എന്നിവ മുതൽ തായ് സിൽക്ക്, കരകൗശല വസ്തുക്കൾ, പ്രാദേശിക തായ് ഭക്ഷണം, ചിത്രങ്ങൾ ഇവയെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ വലത്ത് സൈഡിൽ ഭക്ഷണങ്ങൾ തന്നെ വിൽക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ചെന്നത് നല്ല ഉച്ച സമയത്താണ്.
വൈകുന്നേരമാണ് ഇവിടെ ശരിക്കും തിരക്കുള്ള സമയം. മുഴുവൻ ലൈറ്റും ഡെക്കറേഷൻസും ആയതുകൊണ്ട് ആൾക്കാർ കാണാനായിട്ടും ഇവിടുത്തെ രുചികൾ ആസ്വദിക്കുന്നതിനുമായി ധാരാളം ആൾക്കാർ, വിദേശികളും സ്വദേശികളും ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ആമ്പൽപ്പൂക്കൾ നിൽക്കുന്നു. പട്ടായ വരുന്നത് തീർച്ചയായും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഇതൊരു നല്ല അനുഭവം തന്നെയാണ്. ധാരാളം പേർക്ക് ഇവിടെ ജോലി ലഭിക്കുന്നുണ്ട്. തങ്ങളുടെ ഉപജീവന മാർഗമായി കച്ചവടത്തെ കാണുന്നവരൊക്കെ ഇവിടെ നല്ല ബിസിനസ് നടത്തുന്നുണ്ട്. ഒരു തൂക്കുപാലമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഇവിടെ മുഴുവൻ കാണാമായിരിക്കും. ഒരു 2-2.5 മണിക്കൂറിൽ കൂടുതൽ വേണം ഇതിലെ ഒന്ന് കറങ്ങി നടന്ന് കാണുന്നതിന് തന്നെ. ഫുഡെല്ലാം ആസ്വദിച്ച് പോവുകയാണെങ്കിൽ അതിലേറെ നേരം വേണം. വെള്ളവും തോണിയും പച്ചപ്പും ഹരിതാപവും എല്ലാവുമായി അതിമനോഹരമാണ്. എന്നും ഇതൊക്കെ മനുഷ്യനൊരു വീക്ക്നെസ് തന്നെയാണല്ലോ. കാറ്റുകൊണ്ട് ഈ വള്ളത്തിലുള്ള യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ തീരപ്രദേശങ്ങളിൽ ഇത്രയും മനോഹരമായും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്തില്ലെങ്കിലും കുറേയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടിയേനെയും. അതുപോലെ എത്ര ടൂറിസ്റ്റുകളെ നമുക്കിവിടേക്ക് കൂടുതലായി ആകർഷിക്കാൻ സാധിച്ചേക്കും. എല്ലാവരും ഒത്തിരി പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടെന്ന് കുറച്ചെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ വിനോദസഞ്ചാരികളെ എങ്ങനെ ആകർഷിക്കാമെന്നും ഇങ്ങനെ കണ്ണിന് ആനന്ദമുണ്ടാക്കുക എന്ന സാധനങ്ങൾ ഉണ്ടാക്കാമെന്നും തായ്ലൻഡുകാർക്ക് പ്രത്യേകം അറിയാം. കല്യാണത്തിനൊരുക്കിയ പോലുള്ള ബോട്ടുകൾ, ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള പോയിന്റിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നതിനായി ഒരുങ്ങി നിൽക്കുന്ന പൂവങ്കോഴിയും മയിലിനെയുമൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടുന്ന് കയറുന്നവർക്ക് അങ്ങേറ്റത്ത് ഇറങ്ങിയിട്ട് ഇവിടോട്ട് വരാം. ഇനി കടകളാണ്. പല മോഡലിലുള്ള ഡ്രസ്സുകൾ ഇവിടെ ലഭ്യമാണ്. സാധനങ്ങൾക്ക് മറ്റ് കടകളിലെ അപേക്ഷിച്ച് അല്പം വില കൂടുതലായി എനിക്ക് തോന്നി. കടക്കാരൊക്കെ തന്നെ നല്ല ഫ്രണ്ട്ലിയാണ്, ഇടപെടാൻ നല്ല മിടുക്കരാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല എന്നറിഞ്ഞാലും അവർ നമ്മളോട് വളരെ നല്ലതായിട്ടാണ് ഇടപെടുന്നത്. തായ് ഫുഡുകൾ, ഫ്രൂട്ട്സ്, പല പല സാധനങ്ങളിവിടെ ആഭരണങ്ങളെല്ലാം ഉണ്ട്. പലക കൊണ്ട് നിർമ്മിച്ച കടകളാണിതൊക്കെ.
ചില ഫ്രൂട്ട്സും ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആസ്വദിച്ച് നോക്കി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നാണെന്ന് കുറേ കഴിഞ്ഞേ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണിച്ച് മറ്റുള്ളവർ കഴിക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇതൊന്നും കാണിക്കാത്തത്. ഡ്രസ്സുകളും ബാഗുകളും ധാരാളം നിരനിരയായി കാണുന്നുണ്ട്. കടകളിലെ അട്ട, പുഴുക്കൾ, തേള്, വിട്ടില് ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ ആൾക്കാരിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. നമ്മൾ വെള്ളത്തിന് മേളിലുള്ള കടയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ധാരാളം സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ ഇവിടെയുണ്ട്. ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ടായിരിക്കണം. മീനുകളെ വിൽക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഒരു വൈകുന്നേരം വരെ ഇവിടെ നിന്ന് കാണാനുള്ള സമയവും സാവകാശം ഞങ്ങൾക്കില്ല. ഇവിടെ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ബാഗുകളും ഡ്രസ്സും തൊപ്പിയും ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. തേളിനെയോ ഇട്ടുകലിയോ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ മനസ്സനുവദിക്കുന്നില്ല ഒന്നും കഴിക്കാൻ. ചീങ്കണ്ണിയെ വറുത്ത് സോസുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മനോഹരമായ ബാഗുകളുണ്ട് ഇവിടെ. വാക്കുകളല്ല ഇവിടുത്തെ കാര്യങ്ങൾ വർണ്ണിക്കാനാകില്ല. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഷോപ്പിങ്ങും ഇവിടുത്തെ ആഹാര സാധനങ്ങളുടെ രുചിയുമൊക്കെ അത് ആസ്വദിച്ചാൽ മാത്രമേ ശരിയായി മനസ്സിലാകുകയുള്ളൂ. പട്ടായയിൽ വരുന്നവരൊക്കെ തീർച്ചയായും ഇവിടെ വന്നൊന്ന് കാണേണ്ടതും ആസ്വദിക്കേണ്ടതുമാണ്. വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ട് ഇവിടുത്തെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളൂ. തായ് മസാജിനുള്ള മരുന്നുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലേത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. കോപ്പ് കുംകായ്. Thank you.